മഞ്ഞുമൽ ബോയ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പരാതിയിലായിരുന്നു നടപടി. വിനീത വി ജി നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസമാണ് നടനും ഒപ്പം തന്നെ നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ കൊച്ചിയിലെ ED ഓഫീസിൽ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. 2 തവണ അദ്ദേഹം കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സഹനിർമ്മാതാവായ ഷോൺ ആന്റണിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അരൂർ സ്വദേശി നൽകിയിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും നേരത്തെ ഇവരെ ചോദ്യം ചെയ്യുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വലിയ തുക വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ സിനിമയുടെ നിർമ്മാണത്തിനായി മുടക്കിയാൽ അതിൽ 40% ലാഭവിഹിതം നൽകാമെന്ന് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തുവെന്നാണ് അരൂർ സ്വദേശിയായിരുന്ന സിറാജിന്റെ പരാതി ഉണ്ടായിരുന്നത്. ഈ പരാതിയിന്മേൽ നേരത്തെ തന്നെ പോലീസ് കേസെടുക്കുകയും അതിൽ നിർമ്മാതാക്കൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഈ കേസിന് പിന്നാലെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നാണ് EDയുടെ അന്വേഷണമുള്ളത്. ഒപ്പം തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ നിർമ്മാതാക്കൾക്ക് ആ പണം എവിടെ നിന്നാണ് ലഭ്യമായത്, പണത്തിന്റെ സ്രോതസ് എങ്ങനെയാണ്, ഈ ലാഭവിഹിതം അത് എങ്ങനെ വിനിയോഗിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ED പരിശോധിക്കുകയാണ്. ആദ്യം കഴിഞ്ഞ ദിവസം ഷോൺ ആന്റണിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെയാണ് പിന്നീട് സൗബിൻ ഷാഹിറിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്കൊക്കെ EDയുടെ അന്വേഷണം നീങ്ങാൻ തന്നെയാണ് സാധ്യത. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വി ജി.